പിന്നെ ഈ ഷോയിൽ നിന്ന് അത്യാവശ്യം ലൈഫ് ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല ബിഗ് ബോസ് കയറിയിട്ട് ലൈഫ് കൊളായി. ഞാൻ രക്ഷപ്പെട്ട ആളാ, ഞാൻ ഭയങ്കര രക്ഷപ്പെട്ട ആളാ. അതായത് ഇപ്പൊ അവിടെ എത്തിപ്പോയിട്ട് അവിടെ നിന്ന് ഡെയിലി കിട്ടുന്ന പേയ്മെന്റ് ഉണ്ട്, പണപ്പെട്ടി കിട്ടുന്ന പേയ്മെന്റ് ഉണ്ട്, ആ ദിവസമൊക്കെ റവന്യൂ കിട്ടാനുള്ള സാധനം കൃത്യമായി പറഞ്ഞുതരാം. ഞാന് പുറത്തിരുന്ന് ഒരു മാസം വീഡിയോ ഇട്ട് നല്ല പൈസ ആ ഒരു മാസം കിട്ടി. അത് കഴിഞ്ഞ് അകത്ത് കയറിയപ്പോ ഇതിന്റെ ഡെയിലി പേയ്മെന്റ് വെച്ചിട്ട് ഞാൻ നിന്ന് അത്രയും ദിവസത്തെ പേയ്മെന്റ് പ്ലസ് പണപ്പെട്ടി പ്ലസ് റീ എൻട്രിക്ക് വന്ന ദിവസത്തെ പേയ്മെന്റ്, ഇത്രയും പേയ്മെന്റ് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ വിന്നർക്കുള്ള പേയ്മെന്റ്. പിന്നെ ഞാൻ എന്തൊരു പൈസന്റെ കാര്യത്തിൽ സിംഗിൾ പേയ്മെന്റ് കിട്ടുന്നുണ്ട്, എല്ലാം മൊത്തം നോക്കി വരുമ്പോ ഞാൻ ഭയങ്കര പൈസേന്റെ കാര്യത്തിൽ ബിഗ് ബോസിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പുറത്തിറങ്ങിയിട്ട് പിന്നെ അത് ഞാൻ മാർക്കറ്റ് ചെയ്തോ ഇല്ലേ, ദാറ്റ്സ് അപ് ടു മീ. ഞാൻ എവിടെ എന്റെ പ്രൊഫൈലിൽ ബിഗ് ബോസ് സീസൺ 6 എഴുതിയിട്ടില്ല, മണി ബോക്സ് എഴുതിയിട്ടില്ല, ഞാൻ ഈ പേരിൽ ഉദ്ഘാടനത്തിന് പോയിട്ടില്ല, ഈ പേരിൽ 10 പ്രൊമോഷൻ ചെയ്തിട്ടില്ല, ഞാൻ ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഈ സാധനം യൂസ് ആക്കി. എന്റെ എക്സ്പീരിയൻസ് എവിടെ? ഈ കൊല്ലത്തെ റിവ്യൂവിനകത്ത് ഒരാളും ഇതുവരെ ഒരു റിവ്യൂവറും ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്ത് റിവ്യൂ ചെയ്തിട്ടില്ല. ഹിന്ദിയിലും തമിഴിലൊക്കെ 1-2 ആൾക്കാരെ ഇത് ചെയ്തിട്ടുള്ളൂ. മലയാളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഈ പരിപാടിയില്ല. റിവ്യൂവർ ആയി ഇരുന്നുകൊണ്ട് ബിഗ് ബോസ് പോയി ബിഗ് ബോസ് എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ വന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ഇന്നെ എന്താ ശരിക്കും നടക്കേണ്ടിയിരുന്നേ? എന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി. ഇന്നെ ഇല്ലാതാക്കേണ്ടിയിരുന്നു. കാരണം നീ കളിച്ച് എന്ത് കോപ്പ് ഗെയിമാടാന്ന് ചോദിക്കേണ്ട ആൾക്കാരെ എണ്ണം കൂടുതലാവും, എനിക്ക് വ്യൂവർഷിപ്പും കിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് അവിടെ യൂസ് ചെയ്തുകൊണ്ട് എന്റെ ഇത് നോക്കിയാൽ മതി. എന്റെ കേരളം, എന്റെ റിട്ടയർമെന്റ്, പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം.